ഈ ഒരു കഥ പറഞ്ഞില്ലെങ്കിൽ അത് ഈ വാച്ചിനോട് ചെയ്യുന്ന ഒരു അനീതിയായി പോകും. ഇന്നേക്ക് 30 വർഷങ്ങൾക്ക് മുമ്പ് 1995 വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിൽക്കാനായിട്ട് കാസിയോ ഒരു വാച്ച് നിർമ്മിച്ചു. ഫോർമലായിട്ടും കാഷ്വലായിട്ടും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാച്ച്. 16 വർഷങ്ങൾക്ക് ശേഷം 2011 ആ വാച്ച് ജപ്പാനിലെ പ്രശസ്തമായിട്ടുള്ള ഗുഡ് ഡിസൈൻ ലൈഫ് ലോങ് ഡിസൈൻ അവാർഡ് കരസ്ഥമാക്കുന്നു. കാസിയോ A168. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലോട്ടാപ്പിര അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ജാപ്പനീസ് ഡിസൈനുകളുടെ പ്രത്യേകത അത് വളരെ പ്രാക്ടിക്കലും സിമ്പിളും ആയിരിക്കും എന്നുള്ളതാണ്. ലോകത്തിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഡിസൈൻ ഇവാലുവേഷൻ സിസ്റ്റങ്ങളിൽ ഒന്നാണ് ഗുഡ് ഡിസൈൻ അവാർഡ്. ജപ്പാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പ്രൊമോഷനാണ് ഈ അവാർഡ് നൽകുന്നത്. ഈ അവാർഡ് നൽകപ്പെടുന്നത് കാലങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഡിസൈനുകൾക്കും സർവീസുകൾക്കുമാണ്. അത്തരത്തിലൊരു അവാർഡ് വിൻ ചെയ്ത വാച്ച് വില 2695 രൂപ മാത്രം. ഓർക്കേണ്ട കാര്യം, അതേ വർഷം തന്നെ ഇതേ അവാർഡ് വിൻ ചെയ്ത മറ്റൊരു വാച്ചിന്റെ വില ഇന്ന് 2 ലക്ഷത്തിൽ മേലെയാണ്. കാസിയോയുടെ മോസ്റ്റ് സെല്ലിംഗ് വിന്റേജ് വാച്ച് ആയിട്ടുള്ള A158നും അതിന്റെ ജാപ്പനീസ് നിർമ്മിത വകഭേദമായിട്ടുള്ള A159നും ഇടയിൽ പ്രഭ മങ്ങിപ്പോയ ഒരു വാച്ചാണ് A168. പക്ഷെ ഞാൻ കൂടുതൽ പേർക്കും വിന്റേജ് സീരീസിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവനെ തന്നെയാണ്. അതിന് കാരണം ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയാം. A158, A159 എന്നീ വാച്ചുകളേക്കാൾ 3 മില്ലിമീറ്റർ വലിപ്പം കൂടുതലുള്ള വാച്ചാണ് A168, 36 മില്ലിമീറ്റർ. നമ്മളിപ്പോൾ കാണുന്നത് ഈ വാച്ചിന്റെ ഏറ്റവും ഒറിജിനൽ വകഭേദമായിട്ടുള്ള A168 WA-1 ആണ്. ഒട്ടനവധി വേരിയൻസ് ഈ വാച്ചിനുണ്ട്. അതിനെല്ലാം ഡിസൈൻ, വലിപ്പം, ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. പക്ഷെ നിറം, സ്ട്രാപ്പ് മെറ്റീരിയൽ, വാച്ച് ഫേസ് സ്റ്റൈൽ എന്നിവ മാത്രം വ്യത്യാസം ഉണ്ടാവും. ഇതൊരു 36 മില്ലിമീറ്റർ റെസിൻ ബിൽറ്റ് വാച്ചാണ്. ഇത് റെസിൻ കേസ് ക്രോം പ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്, മെറ്റൽ അല്ല. ഇത് മാത്രമല്ല, പ്രീമിയം വിന്റേജ് സീരീസ് ഒഴികെ ബാക്കി എല്ലാ വിന്റേജ് വാച്ചുകളും കേസ് ആൻഡ് ഗ്ലാസ് റെസിൻ തന്നെയാണ്. ഇതിന്റെ ഗ്ലാസും റെസിനാണ്. സ്ട്രാപ്പ് മെറ്റലാണ്. ചെറിയ റിസ്റ്റ് ഉള്ളവർക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വാച്ചാണ്. യൂണിസെക്സ് മോഡലാണ്. ഫോർമൽ ഡ്രസ്സിന്റെ കൂടെയും ചേരും. 50 ഗ്രാം മാത്രമേ ഭാരമുള്ളൂ. സെൽഫ് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ്. വാച്ച് ഫേസിൽ തന്നെ മുകളിലായിട്ട് ഇലക്ട്രോലൂമിനസൻസ് എന്ന് കാണാം. താഴെ ഇലുമിനേറ്റർ എന്നും കാണാം. ഈ വാച്ച് ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം ഇതാണ്. ഇലക്ട്രോലൂമിനസൻസ് ഉള്ള ചുരുക്കം ചില വാച്ചുകളൊന്നാണിത്. നല്ല സൂപ്പർ ബ്ലൂ ഗ്രീൻ ലൈറ്റ് ആണ്. ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ 12 അവർ 24 അവർ ഫോർമാറ്റിലേക്ക് ഈസി ആയിട്ട് മാറ്റാം. 3298 എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അലാം, സ്റ്റോപ്പ് വാച്ച്, അവർലി ടൈം സിഗ്നൽ ഇതെല്ലാം ഉണ്ട്. ഡേ, ഡേറ്റ് ഇതെല്ലാം കാണിക്കും. ഏകദേശം 50 മീറ്റർ ആണ് വാട്ടർ റെസിസ്റ്റൻസ്. വെള്ളത്തിൽ ഉപയോഗങ്ങൾക്ക് പറ്റിയൊരു വാച്ചല്ല, പക്ഷെ ചെറിയ മഴ ഒന്നും പ്രശ്നമല്ല. 7 വർഷമാണ് ഈ വാച്ചിന്റെ ബാറ്ററി ലൈഫ്. ഈ വാച്ചിൽ ഇലക്ട്രോലൂമിനസൻസ് എന്നാണ് ഈ ബാഡ്ജിൽ എഴുതിയിരിക്കുന്നത്. ചില വേരിയൻസിൽ ആ സ്ഥാനത്ത് അലാം ക്രോണോഗ്രാഫ് എന്നൊരു ബാഡ്ജാണ് കാണുക. അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിലും ഇലക്ട്രോലൂമിനസൻസ് ബാക്ക് ലൈറ്റ് തന്നെയാണ്. ഫീച്ചേഴ്സും ഒരേപോലെ തന്നെയാണ്. A158നേക്കാളും ഡിസൈൻ വൈസ് ഭംഗി കൂടുതൽ ഇതിനാണ്. A158നേക്കാൾ കുറച്ചുകൂടി ഒഴുകി ഇറങ്ങുന്ന ഒരു ഡിസൈനാണ് ഈ വാച്ചിന്. ഈ വാച്ച് കഴിഞ്ഞാൽ ഈ വാച്ചിന്റെ ഈ കളർ വേരിയന്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിന്റെ തന്നെ കുറച്ചുകൂടി വ്യത്യാസമുള്ള കളറാണിത്. കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള വാച്ച് ഫേസ് ആണ് ഇതിനുള്ളത്. അതിന്റെ തന്നെ നെഗറ്റീവ് ഡിസ്പ്ലേ വേരിയന്റ് ആണിത്. നെഗറ്റീവ് ഡിസ്പ്ലേ വിത്ത് ഗോൾഡ് അയൺ പ്ലേറ്റഡ് കേസ് ആൻഡ് ബ്ലാക്ക് അയൺ കോട്ടഡ് സ്ട്രാപ്പ് ആണ്. ഗോൾഡൻ ടിൻ ഡിസ്പ്ലേ, ഗോൾഡ് അയൺ പ്ലേറ്റഡ് കേസ് വിത്ത് റെസിൻ സ്ട്രാപ്പ് ആണിത്. ട്രാൻസ്ലൂസൻ സ്ട്രാപ്പ് ആണ്. നെഗറ്റീവ് ഡിസ്പ്ലേ വിത്ത് മെഷ് ബാൻഡ് ആണ് ഇതിനുള്ളത്. ഇപ്പൊ കാണിച്ച ഈ മോഡലുകളെല്ലാം കൊച്ചി MG റോഡിലുള്ള കാസിയോ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ വലിയ ഭാരമൊന്നുമില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ്. +or-30 സെക്കൻഡ്സ് പെർ മന്ത് ആണ് ഈ വാച്ചിന്റെ ആക്യുറസി. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും.